എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കൃപയുടെ 4 ദിനങ്ങൾ. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ അഭിഷേകം നമ്മിലേക്ക് പകരുന്നു. പ്രാർത്ഥനയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, വിശ്വാസത്തിൻ്റെ അഭിഷേകം, സ്നേഹത്തിൻ്റെ അഭിഷേകം, ആരാധനയുടെ അഭിഷേകം, വിശ്വസ്തതയുടെ അഭിഷേകം, ദൈവവചനത്തിൻ്റെ അഭിഷേകം, വ്യത്യസ്തങ്ങളായ അഭിഷേകം പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്നവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ അഭിഷേകമാണ് മഹത്വത്തിൻ്റെ അഭിഷേകം, തേജസ്സിൻ്റെ അഭിഷേകം. ആമേൻ. അവസാന നാളുകളിൽ എല്ലാ ജനപദങ്ങളിലും കർത്താവ് വെളിപ്പെടുത്തുന്നത് ഈ അനോയിന്റിംഗ് ആണ്, മഹത്വത്തിൻ്റെ അഭിഷേകം. ഞാൻ എൻ്റെ മഹത്വം എല്ലാ ജനതകൾക്കും കാണിച്ചു കൊടുക്കും, ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ സകല മനുഷ്യരും അറിയും. ആമേൻ. കർത്താവ് വീണ്ടും വരുന്നത് മഹത്വപൂർണനായിട്ടാണ്, രാജാതി രാജാവായി മഹത്വപൂർണനായി വാനമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് ആഗതനാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഗ്ലോറിയുടെ അഭിഷേകം, മഹത്വത്തിൻ്റെ അഭിഷേകം, അത് വളരെ ശ്രേഷ്ഠമായതും ശക്തവുമായ അഭിഷേകമാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിത്യമഹത്വത്തിലേക്കാണ്. കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും. പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹ ദാതാവായ ദൈവം നിങ്ങൾ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. തൻ്റെ നിത്യമായ മഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന പിതാവായ ദൈവം. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയിലേക്കാണ്. കർത്താവിൻ്റെ മഹത്വം അധിവസിക്കുന്ന, കർത്താവിൻ്റെ മഹത്വത്തിൽ ജീവിക്കുന്ന, കർത്താവിൻ്റെ മഹത്വം വാഴുന്ന ജീവിതങ്ങളായി നമ്മളെല്ലാവരെയും ദൈവപിതാവ് വിളിച്ചിരിക്കുകയാണ്. സഹോദരൻ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയാണ്, മഹത്വമാണ്. യെശയ്യാ പ്രവാചകൻ ആ സ്വർഗീയ ദർശനം കണ്ടു. ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുകയാണ്. സെറാഫുകൾ നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമി മുഴുവൻ, ഈ അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ, പ്രാണവായു നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ ഗ്ലോറി അത് ഈ പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമി മുഴുവനിലും ഈ മഹത്വം നിറഞ്ഞിരിക്കുന്നുവെന്ന് പ്രവാചകൻ വിളിച്ചു പറയാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വചനം, 6-3. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഓക്സിജൻ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കർത്താവിന്റെ ഗ്ലോറി ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഇത് കർത്താവിന്റെ പദ്ധതിയാണ് സഹോദരങ്ങളെ. അവിടുത്തെ ഗ്ലോറിയിൽ നമ്മൾ ജീവിക്കുക, നമ്മുടെ കുടുംബങ്ങൾ മഹത്വത്തിന്റെ കുടുംബങ്ങളായി മാറുക, നമ്മുടെ തലമുറകൾ ദൈവമഹത്വം സംവഹിക്കുന്ന തലമുറകളായി മാറുക, നമ്മുടെ സഭ കർത്താവിൻ്റെ മഹത്വത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്നവളായി മാറുക, രാജ്യങ്ങൾ, ജനതകൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നവരായി തീരുക. ഭൂമി മുഴുവൻ
കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഏറ്റവും ശക്തമായ അഭിഷേകം തേജസ്സിന്റെ മഹത്വത്തിന്റെ അഭിഷേകമാണ്. ഹബക്കുക്ക് പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നു, 2-ാം അധ്യായം 14-ാം വചനത്തിൽ, ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ആ ജ്ഞാനത്താൽ ഭൂമി മുഴുവൻ നിറയും. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ദൈവജനം കർത്താവിന്റെ മഹത്വം തിരിച്ചറിയണം, മഹത്വത്തിന്റെ ശക്തി അനുഭവിക്കണം, മഹത്വത്തിന്റെ ആത്മാവിൽ ജീവിക്കണം, മഹത്വത്തിന്റെ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടണം. നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ തേജസ്സിന്റെ ശുശ്രൂഷകളായി ഉയർത്തപ്പെടണം. ഭൂമി മുഴുവൻ കർത്താവിന്റെ മഹത്വം കൊണ്ടുള്ള അറിവ് കൊണ്ട് നിറയും. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിലുള്ള ദൈവ പദ്ധതിയാണിത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 21-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു, എന്നാൽ ഞാനാണേ ഭൂമി നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണേ കർത്താവായ ഞാൻ പറയുന്നു. കർത്താവായ ഞാൻ പറയുന്നു. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണേ കർത്താവ് നമ്മോട് വെളിപ്പെടുത്തുകയാണ്. ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ദൈവ മഹത്വമാണ്. The Lord's glory, കർത്താവിന്റെ മഹത്വമാണ്. ഇവിടുത്തെ തേജസ്സാണ് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിന്റെ കണ്ണുകൾ കൂടുതൽ പ്രകാശിതമാകണം. കർത്താവിന്റെ മഹത്വം ദൃശ്യമാകുമാറ്, ആ മഹത്വത്തിന്റെ സൗന്ദര്യം അനുഭവിക്കുമാറ്, ആ മഹത്വത്തിൽ ജീവിക്കുമാറ് നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുവാൻ നമ്മോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. എൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമാണ്. കർത്താവ് പറയാ, യെസ്, ഇറ്റ്സ് മൈ ഗ്ലോറി. എൻ്റെ മഹത്വമാണ് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വം മഹത്വപൂർണമാണ്. ത്രിയേക ദൈവം മഹത്വപൂർണനായ ദൈവമാണ്. പിതാവായ ദൈവം ആരാണ്? ദൈവപിതാവിനെ കുറിച്ച് എന്താ വചനം പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 2-ാമത്തെ വചനം. എല്ലാവരും ഒരുമിച്ച് വചനമെടുത്ത് സ്വരത്തിൽ വായിക്കണം. എസ്തഫാനോസിന്റെ സുവിശേഷ പ്രസംഗമാണ്. അവൻ പ്രതിവദിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസൊപ്പൊട്ടോമിയയിൽ ആയിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി. മഹത്വത്തിന്റെ ദൈവം, സ്പിരിറ്റ് ഓഫ് ഗാഡ്, ഗ്ലോറി ഓഫ് ഗാഡ്, മഹത്വത്തിന്റെ ദൈവം, പിതാവായ ദൈവം മഹത്വത്തിന്റെ ദൈവമാണ്. ദൈവം തന്റെ മഹത്വം അബ്രഹാമിന് കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് മെസൊപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വളരെ ഫലഭൂഷ്ടിയുള്ള സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമാണ്. അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. അവിടെ ഊർ എന്ന് പറയുന്ന ദേശത്ത് വളരെ സമ്പന്നനായി ജീവിച്ചവൻ അബ്രഹാമിന്റെ കുടുംബം, അവന്റെ പിതാവ് തേരഹൊക്കെ. അപ്പോൾ മെസൊപ്പൊട്ടോമിയയിലെ ആ ഊറിലെ സകല സമ്പാദ്യവും അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തിന്റെ ഈ നിറങ്ങളും വർണ്ണങ്ങളും ആ മണ്ണും ഭൂമിയും ഒക്കെ ഇട്ടേച്ചു പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ അവർ കർത്താവിന്റെ മഹത്വം കാണണം. ആരെല്ലാം ദൈവമഹത്വം ദർശിക്കുന്നുവോ അവര് ഈ ലോകത്തിന് നശ്വരമായ നിറങ്ങളുടെ പുറകെ പോയി ആത്മാക്കൾക്ക് നാശം വരുത്തുകയില്ല. കർത്താവിന്റെ മഹത്വം കണ്ടവരെ ഈ ലോകം വെറും ചപ്പും ചവറുമായി അവർ എണ്ണുവാൻ തുടങ്ങും. പൗലോസ് പറഞ്ഞില്ലേ, ഈ ലോകവും ഈ ലോകത്തിന്റെ സുഖങ്ങളും എനിക്ക് ഉച്ഛിഷ്ടം പോലെയാണ്. എൻ്റെ യേശുക്രിസ്തുവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അവനാണ് എൻ്റെ സമ്പന്നൻ. കാരണം അവന്റെ മഹത്വം ഞാൻ ദർശിച്ചതാണ്. ദമസ്കസ് റോട്ടിൽ വെച്ച്
ഒരു മിന്നൊളി പോലെ, ഒരു ഇടിമിന്നൽ പോലെ അവന്റെ മഹത്വം എന്നെ തട്ടി താഴെയിട്ടു. ഞാൻ അവനെ ദർശിച്ചു, ആ ഗ്ലോറി ഞാൻ കണ്ടു. കർത്താവിന്റെ മഹത്വം പൗലോസിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന് നശ്വരമായ നിറങ്ങളും വർണ്ണങ്ങളൊക്കെ അതൊക്കെ എച്ചില് പോലെ വേസ്റ്റായി വിശുദ്ധ പൗലോസിന് അനുഭവപ്പെടുകയാണ്. മെസൊപ്പൊട്ടേമിയയുടെ ആ നാഗരികതയുടെ അതിൻ്റെ സുഖങ്ങളും അതിൻ്റെതായ സ്വാധീനങ്ങൾക്ക് ഇട്ടേച്ച് പോരണമെങ്കിൽ ദൈവത്തിൻ്റെ റിയൽ ഗ്ലോറി അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തു. ആ മഹത്വത്തിൻ്റെ ദൈവമായി ഞാൻ ചിന്തിച്ചു, എന്തിനാ മഹത്വത്തിന് ദൈവമായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്? വേറെ എത്രയോ രീതിയിൽ കർത്താവിന് പ്രത്യക്ഷപ്പെടാമായിരുന്നു. തൻ്റെ ഗ്ലോറിയാണ് കാണിച്ചു കൊടുത്തത്. കാരണം കർത്താവിനറിയാം, ഈ മഹത്വം കാണാതെ അബ്രഹാം, അവൻ്റെ കുടുംബം ഈ സുഖ സൗകര്യങ്ങളും ഈ സമ്പത്തും ഈ നിറങ്ങളും വർണ്ണങ്ങളും ഇട്ടേച്ച് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോവുകയില്ല. അപ്പൊ ദൈവപിതാവ് മഹത്വത്തിൻ്റെ ദൈവമാണ്. പുത്രനായ നമ്മുടെ കർത്താവായ യേശു അവൻ മഹത്വത്തിൻ്റെ കർത്താവാണ്, മഹത്വത്തിൻ്റെ രാജാവാണ്. നമ്മൾ വചനത്തിൽ കണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവരുടെ മഹത്വം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, കർത്താവായ യേശുവിന്റെ മഹത്വം നമ്മൾ കണ്ടു. പിതാവിന്റെ മഹത്വമാണ് യേശു. അവൻ മഹത്വത്തിന്റെ കർത്താവാണ്, മഹത്വത്തിന്റെ രാജാവാണ് യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവായ ദൈവം അവനാരാണ്? പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവ്, യെസ്, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി. പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ ആത്മാവാണ്. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുക. അത് ദൈവത്തിന്റെ വചനമാണ്, ജീവനുള്ള വചനം പറയുന്നു. പരിശുദ്ധ ത്രിത്വം മഹത്വപൂർണനായ ദൈവമാണ്. ഈ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതം മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ജീവിതമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നു. ആ കുടുംബങ്ങൾ മഹത്വത്തിൻ്റെ കുടുംബങ്ങളാണ്, ദൈവ തേജസ്സിൻ്റെ കുടുംബങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, ത്രിയേക ദൈവം മഹത്വപൂർണനാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ്. ഗ്ലോറി ടു ഗ്ലോറി. ദിനംതോറും ഈ മഹത്വത്തിൽ ജീവിക്കുവാൻ, ഈ ദൈവമഹത്വം നമ്മിൽ കൂടുതൽ കൂടുതൽ പ്രകാശിതമാകുവാൻ, കർത്താവിന്റെ മഹത്വത്തെ കാക്കുന്നവരാകുവാൻ, കർത്താവിന്റെ മഹത്വത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്നവരായി മാറുവാൻ കർത്താവ് എന്നെയും നിങ്ങളെ വിളിക്കുക. സഹോദരങ്ങളെ, ഈ ലോകം എപ്രകാരമാണ് കർത്താവിന്റെ മഹത്വം കാണുന്നത്? നമ്മിലൂടെയാണ്. നാമാണ് ഈ ലോകത്തിന് കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടുത്തേണ്ടത്. അതിനായി വിളിക്കപ്പെട്ടവരാ നമ്മൾ. അത് സംഭവിക്കണമെങ്കിൽ ആ മഹത്വം നമ്മൾ അനുഭവിക്കണം, ആ മഹത്വത്തിൽ ജീവിക്കണം. കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ ക്യാരി ചെയ്യണം, നമ്മൾ സംവഹിക്കുന്നവരായി മാറണം. ഈ ദിനങ്ങളിൽ ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി പങ്കെടുക്കണം. അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ലൈവായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം
3-ാം അധ്യായം 18-ാമത്തെ വചനം, 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഓ, എത്ര ശക്തമായ വചനമാണിത്! മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ വളരുന്നൊരനുഭവം, ഉയരുന്നൊരനുഭവം. ദിനംതോറും പരിശുദ്ധാത്മാവ് ഈ ശ്രേഷ്ഠമായ അഭിഷേകം എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുകയാണ്. ഇതിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ കരഞ്ഞും പിരിഞ്ഞും നിരാശപ്പെട്ടും വിഷാദിച്ചും പുറുപുറുത്തും പരാതി പറഞ്ഞു അസംതൃപ്തരായി നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഈ ജീവിതം മഹത്വത്തിന്റെ ജീവിതമായി, ദൈവ തേജസ്സിന്റെ ജീവിതമായി നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, നീ ആയിരിക്കുന്ന തലമുറയിൽ പ്രകാശിതമാകുവാനാണ് കർത്താവ് നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുകയാണ്. നമ്മൾ അതിനു വേണ്ടി ദാഹിക്കണം. ആ ദർശനം ഉണ്ടാകണം നമുക്ക്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം നമ്മൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ ഈ തരത്തിൽ 4 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ഒന്ന്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, നമ്മൾ കണ്ടു. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. രണ്ടാമത്തെ ഒന്നാണ് കൃപയ്ക്കുമേൽ കൃപ. എന്താ പറയുക, നമ്മൾ പറയില്ലേ, കൃപയ്ക്കുമേൽ കൃപ, വർദ്ധിച്ച് പെരുകി വരുന്ന കൃപ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വചനം സ്വരമുയർത്തി വായിക്കും. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. പറഞ്ഞ്, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ. എത്ര ശക്തമാണ് സഹോദരങ്ങളെ! ദൈവത്തിന്റെ വചനം പറയും, കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എക്സീഡിംഗ് ഗ്രേസ്, കൃപയ്ക്കുമേൽ വർദ്ധിച്ചു വരുന്ന കൃപ. 3-ാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, 84-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച്, ഇങ്ങനെ വർദ്ധിച്ച് പെരുകി വരുന്ന കാര്യം എന്താണ്? അവർ കൂടുതൽ ശക്തിയാർജിക്കുന്നു, കൂടുതൽ ശക്തിയാർജിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിൽ ശക്തിയുടെ സാന്നിധ്യമുണ്ട്. അതിൽ ബലത്തിന്റെ സാന്നിധ്യമുണ്ട്. അവർ കൂടുതൽ കണ്ടു, മേൽക്കുമേൽ ശക്തിയാർജിക്കുന്നു, കൃപയാർജിക്കുന്നു, തേജസ്സിന്മേൽ തേജസ്സിലേക്ക് അവർ വരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വിളി ലഭിച്ചവരാ നമ്മള്. തേജസ്സിന്മേൽ തേജസ്സിലേക്ക്, കൃപയ്ക്കുമേൽ കൃപയിലേക്ക്, കൂടുതൽ ശക്തിയിലേക്ക്. അപ്പോസ്തല പ്രവൃത്തി 9:22 ഈ സത്യം നമുക്ക് കാണാൻ പറ്റും. പൗലോസിന്റെ ജീവിതത്തിൽ സൗളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. മോർ പവർ, കൂടുതൽ ശക്തി, കൂടുതൽ തേജസ്, കൂടുതൽ മഹത്വം. കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചു. ഈ ഒരു ജീവിതം നയിക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി അതാ സഹോദരങ്ങളെ. വീണ്ടും ദൈവവചനം പഠിപ്പിക്കുന്നു. റോമാസഭയ്ക്ക് ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനം, 1:17. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിലേക്ക്, ഫെയ്ത്ത് ടു ഫെയ്ത്ത്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് കൂടുതൽ ശക്തിയിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം നമ്മൾ സ്വന്തമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു.
നമ്മുടെ കുടുംബങ്ങൾ ഈ അഭിഷേകത്തിൽ പൂരിതമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സഭ മുഴുവനിലും ഈ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. എല്ലാ ജനതകളും ഈ അഭിഷേകത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഓ, കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ മഹത്വം കണ്ടവരാരും പിന്നെ ലൗകികരായി ജീവിച്ചിട്ടില്ല. കർത്താവിന്റെ തേജസ് അനുഭവിച്ചവർ പിന്നെ ജഡീകരായി മാറിയിട്ടില്ല. അവരുടെ ജീവിതങ്ങളിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. കർത്താവിന്റെ ഗ്ലോറി ആരെല്ലാം കണ്ടുവോ, ആ മഹത്വം ആരെല്ലാം അനുഭവിച്ചുവോ, അവരുടെ ജീവിതം യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെട്ടു. ആമേൻ. ഹോളി സ്പിരിറ്റ് അവരെ ട്രാൻസ്ഫോം ചെയ്തു. ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടായി. നമ്മുടെ അഹങ്കാരവും അഹന്തയും ഞാൻ എന്ന ഭാവവും നമ്മുടെ കേമത്തരങ്ങളും ഇതെല്ലാം തകർന്ന് പൊടിഞ്ഞു വീഴപ്പോഴാ നീ കർത്താവിന്റെ മഹത്വം ദർശിക്കുമ്പോൾ അബ്രഹാമിനെ ആ മെസൊപ്പൊട്ടാമിയയിലെ സകല സുഖങ്ങളും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ആ നഗരത്തിൻ്റെ വശ്യതകളും സ്വാധീനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടുവാൻ അബ്രഹാമിനെ പ്രാപ്തനാക്കിയത് അവൻ ആ മഹത്വം കണ്ടു, കർത്താവിൻ്റെ തേജസ് ദർശിച്ചു. ആമേൻ. നമുക്കിപ്പോൾ ലോകത്തിൻ്റെ പല പിടുത്തങ്ങളും വിടാൻ പറ്റാത്തതിന് കാരണം നമ്മൾ ഈ ഗ്ലോറി കാണുന്നില്ല സഹോദരങ്ങളെ. ആ തേജസ് അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ്, അതാണ് ഷെഖേന. കർത്താവിന് റിയൽ ഷെഖേന അത് അനുഭവിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ പലരും ജഡീകരും ലൗകികരുമായി തന്നെ ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് പൂർണ്ണമായൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും അതിശയത്തോടെ ചിന്തിക്കുന്നൊരു കാര്യമാണ് മോശപ്രവാചകൻ. ദൈവജനത്തിൻ്റെ മധ്യ ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അത്രമാത്രം വലിയ മിറക്കിൾസ്, അസാധാരണമായ അത്ഭുതങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് പ്രവാചകനായ മോശ അനേക പ്രാവശ്യം കണ്ടവനാണ്, അനുഭവിച്ചവനാണ്. ചെങ്കടൽ വഴിമാറുന്നു, ചെങ്കടൽ അടിഭാഗം വരണ്ട ഭൂമിയായി മാറുന്നു. ആ മരുഭൂമിയിലെ കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തിന് ആവശ്യമായ ദാഹജലം കർത്താവ് പ്രദാനം ചെയ്യുന്നു. മലാഖമാരുടെ ഭക്ഷണമായി മന്ന പൊഴിച്ചു കൊടുക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാടപ്പക്ഷികളെ കടലിൽ നിന്ന് ആ മരുഭൂമിയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. മേഘത്തൂണായി അഗ്നിത്തൂണായി തന്റെ ജനത്തെ വിട്ടുപിരിയാതെ കർത്താവ് നടക്കുന്ന കർത്താവിൻ്റെ ആ മഹത്വമേറിയ പ്രസൻസ്, ആ ഷെഖേന ഗ്ലോറി, ഇതെല്ലാം മോശ പലപ്പോഴും കണ്ടതാണ്. എത്രയെത്ര വർഷങ്ങൾ മോശ കണ്ടു. മോശ പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളെല്ലാം തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചത് മോശ കണ്ടിട്ടും അവൻ തൃപ്തനായില്ല. മോശ തനിക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം മോശ ഹൃദയ തകർച്ചയോടെ ആത്മാർത്ഥതയോടെ തൻ്റെ കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. 33-ന്റെ അവിടെ പറയാണ് 18-ാമത്തെ വചനം. മോശ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മോശ കരഞ്ഞു പറഞ്ഞു, ഓ ലോർഡ്, ഷോ മീ യുവർ ഗ്ലോറി. എനിക്ക് മറ്റൊന്നും കാണേണ്ട കർത്താവേ, അങ്ങയുടെ മഹത്വം എനിക്ക് ദർശിക്കണം, ആ മഹത്വം എനിക്ക് അനുഭവിക്കണം. ചെങ്കടൽ വഴിമാറുന്നതും കാടപ്പക്ഷികൾ ഇറങ്ങി വരുന്നതും പാറക്കൂട്ടങ്ങളിൽ ദാഹജലം ലഭിക്കുന്നതും അത്ഭുതകരമായി ശത്രുകരങ്ങളിൽ നിന്ന് തന്റെ ജനത്തെ കർത്താവ് വിമോചിപ്പിക്കുന്നതും അവർക്ക് വിജയം കൊടുക്കുന്നതും അനേക പ്രാവശ്യം കണ്ടവനാണ് ഈ മോശ പ്രവാചകൻ. പക്ഷെ മോശ പറയാണ്, കർത്താവേ, എനിക്ക് അതൊന്നല്ല ആവശ്യം, എനിക്ക് നിന്റെ മഹത്വം കാണണം. ലോർഡ് ഷോ മീ യുവർ ഗ്ലോറി.
എനിക്ക് ആ ഗ്ലോറിയിലായിരിക്കണം, എനിക്ക് ആ ഗ്ലോറിയിൽ ജീവിക്കണം, എനിക്ക് ആ ഗ്ലോറി അനുഭവിക്കണം, ആ മഹത്വം എനിക്ക് കാണണം കർത്താവേ, എനിക്കത് കാണണം കർത്താവേ, എനിക്കത് അനുഭവിക്കണം, എനിക്കത് അനുഭവിക്കണം, അത് എൻജോയ് ചെയ്യണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാ ഒരു ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു മോശ പ്രവാചകന്റേത്. അവന്റെ ആ അതിയായ ആഗ്രഹത്തെ കർത്താവ് മാനിക്കുന്നുണ്ട്. തൻ്റെ ഗ്ലോറിയുടെ ഒരു പ്രധാന പോർഷൻ കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, മോശ സൗമ്യനായി ഈ പുറുപുറുക്കുന്ന നന്ദിയില്ലാത്ത ഈ ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞത് ആ മഹത്വം കണ്ടതുകൊണ്ടാണ്. അവനെ മഹത്വത്തിലായിരുന്നു. കർത്താവിൻ്റെ മഹത്വം നമ്മൾ കണ്ടാൽ നമ്മൾ താനെ എളിമയിലോട്ട്, താഴ്മയിലോട്ട് വരും. നമുക്ക് ഈ താഴ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ താപസ പിതാക്കന്മാരുടെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മരുഭൂമിയിലെ താമസ പിതാക്കന്മാരിൽ വളരെ ശ്രേഷ്ഠനായൊരു താമസ പിതാവാണ് വിശുദ്ധ മക്കാരിയൂസ്. ഒരു ദിവസം ഈ താമസ പിതാവ് മക്കാരിയൂസ് ഈന്തപ്പനയോലകൾ, ഈ ചതുപ്പ് നിലങ്ങളിൽ നിന്ന് ഈന്തപ്പനയോലകളുമായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് ഒരു ദുഷ്ടാരൂപി വഴിയരികിൽ മക്കാരിയൂസ് പിതാവിനെ കാത്തു നിൽക്കുകയാണ്. ഈ ദുഷ്ടാരൂപിയുടെ കയ്യിൽ ഒരു അരിവാളുണ്ട്. മക്കാരിയൂസ് പിതാവ് അരികിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടാരൂപി ഈ അരിവാള് കൊണ്ട് അദ്ദേഹത്തെ മുറിപ്പെടുത്താനായിട്ട് ആഞ്ഞു വെട്ടുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് സ്പർശിക്കുകയോ മുറിപ്പെടുത്തുവാൻ ഈ ദുഷ്ടാത്മാവിന് കഴിഞ്ഞില്ല. ഉടനെ ഈ ഈവിൾ സ്പിരിറ്റ്, ഈ ദുഷ്ടാരൂപി താപസ പിതാവായ വിശുദ്ധ മക്കാരിയൂസിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ തോൽപ്പിക്കുവാൻ പറ്റുന്നില്ല. നിരന്തരം നിന്നിൽ നിന്ന് ഞാൻ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് ഉപദ്രവം നീ വരുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ദുഷ്ടാരൂപി പറഞ്ഞു, നീ ഉപവസിക്കുമ്പോഴൊക്കെ ഞാനും ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു രഹസ്യമാണ് പിശാച് പറഞ്ഞു കൊടുത്തവിടെ. നീ ഉപവസിക്കുമ്പോഴും ഞാൻ ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ഉറക്കം വിളിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോഴും ഞാനും ഉറക്കം വിളിച്ച് ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം നീ എന്നെ പരാജയപ്പെടുത്തുന്നു. ദുഷ്ടാരൂപി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താപസ പിതാവായ വിശുദ്ധ മക്കാരിയൂസ് ചോദിച്ചു, അതെന്താണ്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നീ പരാജയപ്പെടുന്ന എൻ്റെ പ്രവൃത്തി എന്താണ്? ഉടനെ പിശാച് അലറിക്കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിന്റെ താഴ്മയാണ്, നിന്റെ എളിമയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. തപസ്സപിതാവായ മക്കാരിയൂസിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, താഴ്മയുള്ള ആത്മാക്കളിലാണ് ദൈവിക പുണ്യങ്ങൾ വസിക്കുന്നത്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ എളിമയിലേക്ക്, നമ്മുടെ നിസ്സാരത, നമ്മുടെ ദുർബലത, നമ്മുടെ ബലഹീനത, നമ്മുടെ കഴിവുകേടുകൾ ഇതെല്ലാം തിരിച്ചറിയുന്നൊരു കൃപയിലേക്ക് നമ്മൾ വരും. വെളിപാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലെ വളരെ ശ്രേഷ്ഠമായൊരു അനുഭവമുണ്ട്. 10-11 വചനങ്ങളിൽ 24 ശ്രേഷ്ഠന്മാരെ, അവർ വലിയ ശ്രേഷ്ഠരാണ്. അവർ ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. 24 ശ്രേഷ്ഠന്മാരെ സിംഹാസനത്തിനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവരെന്താ ചെയ്ത്? അവരുടെ കിരീടങ്ങൾ
ഈ സിംഹാസനത്തിന് മുമ്പിൽ അവർ സറണ്ടർ ചെയ്യാണ്. കണ്ടു, ആ കിരീടങ്ങളൊക്കെ കണ്ടു, എല്ലാ അധികാരവും, എല്ലാ സ്ഥാനമാനങ്ങളും, എല്ലാ പുകഴ്ചകളും, എല്ലാ ഉയർച്ചയും, സകല വളർച്ചയും അത് കർത്താവാണ് തരുന്നത്. അവിടുത്തെ മഹത്വത്തിൻ്റെ മുൻപിൽ വി ആർ നത്തിങ്, ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ ആരുമല്ല. അവരത് തിരിച്ച് ആ കിരീടങ്ങളൊക്കെ സ്വന്തം ശിരസിനെടുത്ത് ആ സിംഹാസനത്തിന് മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മൾ പലപ്പോഴും അഹങ്കാരികളും, പലപ്പോഴും നമ്മൾ താന്തോന്നികളും, തന്നിഷ്ടക്കാരും, ഗർഭിഷ്ഠരും, നമ്മൾ സ്വയം സ്വാർത്ഥതയുള്ളവരും, അല്ലെങ്കിൽ നമ്മൾ പറയും സ്വയം പുകഴ്ത്തുന്നവരും ഒക്കെയായി മാറുന്നതിൻ്റെ കാരണം നമുക്ക് ഈ മഹത്വം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ലോകം കണ്ട് ജീവിക്കുകയാണ് സഹോദരൻ. കർത്താവിൻ്റെ മഹത്വം കണ്ടവരാരും പിന്നെ പഴയതുപോലെ അവർ ജീവിച്ചില്ല. അവരുടെ ജീവിതം മാറി, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, അവരുടെ ജീവിത ശൈലി മാറി, അവരുടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ് കർത്താവിനായി. മോശ പറഞ്ഞതുപോലെ, ലോർഡ് ഷോ മീ യുവർ ഗ്ലോറി, ഷോ മീ യുവർ ഗ്ലോറി, നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ, ഞങ്ങളുടെ ഗ്ലോറി എനിക്ക് കാണിച്ചു തരണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കും. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ, മക്കളുടെ, തലമുറകളുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു പറയുക. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, ദൈവ തേജസ്സിനാൽ നമ്മൾ മൂടപ്പെടുന്ന സമയം, കർത്താവിന്റെ ഗ്ലോറിയുടെ ശക്തി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകരുന്ന സമയം, നമ്മളിലേക്ക് പകരുന്ന സമയം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ. കർത്താവേ, ആ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. എന്റെ ജീവിതം മഹത്വത്തിന്റെ ജീവിതമാകട്ടെ, തേജസ്സിന്റെ ജീവിതമാകട്ടെ. എന്റെ കുടുംബത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരട്ടെ. എന്റെ ശുശ്രൂഷകളിൽ, പ്രവർത്തന മേഖലകളിൽ, എന്റെ തൊഴിൽ മണ്ഡലങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന്റെ മഹത്വം എന്നെ നയിക്കട്ടെ. കർത്താവിന്റെ മഹത്വത്തിന്റെ അത്ഭുത ശക്തിയാൽ പൈശാചിക കെട്ടുപാടുകൾ അഴിഞ്ഞു മാറി പോകട്ടെ. സാത്താൻ കോട്ടകൾ തകരട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. കർത്താവിന്റെ മഹത്വമേ ഞങ്ങളിൽ പ്രകാശിക്കണമേ. കരമുയർത്തിരൊറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ദൈവ തേജസ്സിന്റെ മാധുര്യം അനുഭവിക്കുവാൻ, കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി നുകരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. ആത്മാവേ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ സഹായിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം പിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ശക്തിയോടെ കരം പിടിച്ച് സ്തുതിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പകർന്നിടുക. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വത്തിന്റെ അഭിഷേകം പകരണമേ. തേജസ്സിന്റെ അഭിഷേകം പകരണമേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. കരമടിച്ച് ഗ്ലോറി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. ചേർത്ത് പാടി പ്രാർത്ഥിച്ച്. തേജസ്സിന്റെ അഭിഷേകം, തേജസ്സിന്റെ അഭിഷേകം. കരമുയർത്തി വിളിക്കുന്ന യേശുവേ. കർത്താവേ, കൃപ കൊടുക്കണമേ. കുടുംബങ്ങളിൽ
വീടുകളിലേക്ക് മഹത്വം ഇറങ്ങി വരട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ തേജസ് ഇറങ്ങി വരട്ടെ. തലമുറകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ജനതകൾ, രാജ്യങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം വെളിവാക്കണമേ, മഹത്വം കാണിച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ മഹത്വത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഗ്ലോറി, 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 കർത്താവേ, ആമേൻ. സഹോദരങ്ങളെ, കർത്താവിന്റെ ശക്തിന ഗ്ലോറിക്കായി നമ്മൾ ആഗ്രഹിക്കണം. നിരന്തര മഹത്വം കണ്ടുകൊണ്ട് അവിടുത്തെ മഹത്വത്തിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വീണ്ടും ദൈവവചനത്തിലേക്ക് വരികയാണ്. ഇസ്രായേൽ ജനത്തിന് ആദ്യമായി ഈ മഹത്വം പ്രകടമായി അവരെപ്പോഴാണ് കണ്ടത്? അവർ ഈജിപ്ത് വിട്ട് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ. പുറപ്പാട് പുസ്തകം 16:10 നിങ്ങൾ വരിക. ദൈവത്തിന്റെ വചനം പറയുന്നു, അഹറോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവജനം ഈജിപ്തിലായിരിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ മഹത്വം പരസ്യമായി കാണുവാൻ, അത് വെളിപ്പെട്ട് അത് ദൃശ്യമാകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റണോ? കർത്താവിന്റെ ഗ്ലോറി നമ്മൾ കാണുന്നവരാകണോ? നമ്മൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണം. ഏതാണ് ഈജിപ്ത്? ഈ ലോകത്തിന്റെ പ്രതീകമാണ് ഈജിപ്ത്. ഹൗസ് ഓഫ് ബോണ്ടേജ്, അടിമത്തത്തിന്റെ ഭവനം, ലോകത്തിന്റെ പ്രതീകം. ഒരു വ്യക്തി ലോകത്തിന്റെ ആത്മാവിൽ ആയിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് കർത്താവിന്റെ മഹത്വം കാണുവാൻ സാധിക്കുകയില്ല. ആ വ്യക്തി ആര് തന്നെയാണെങ്കിലും, ലോക അരൂപിയാണോ നിന്നെ നയിക്കുന്നത്? ലോകത്തിന്റെ ആത്മാവാണോ നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടിയാണോ നിന്റെ ജീവിതം നീ സമർപ്പിച്ചിരിക്കുന്നത്? പ്രിയ സഹോദര സഹോദരി, ഒരിക്കലും നിനക്കും എനിക്കും കർത്താവിന്റെ മഹത്വം കാണുവാൻ പറ്റുകയില്ല. ദൈവജനം ഈജിപ്തിലായിരിക്കുന്ന സമയങ്ങളിൽ, ഒരു വർഷങ്ങളോളം ഈജിപ്തിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. അവർക്ക് കർത്താവിന്റെ മഹത്വം ദൃശ്യമായില്ല. സഹോദരങ്ങളെ, ഈജിപ്തിന്റെ അടിമത്തം വിട്ട് പെസഹ കുഞ്ഞാടിന്റെ അമൂല്യമായ രക്തത്താൽ ദൈവജനം വീണ്ടെടുക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് അവരതിൽ സ്നാനമേറ്റ് അവർ മരുഭൂമിയിൽ എത്തിയപ്പോൾ ഇതാ കർത്താവിന്റെ മഹത്വം അവർക്ക് ദൃശ്യമാവുകയാണ്. ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവജനം കർത്താവിന്റെ മഹത്വം കണ്ടത്? ഈജിപ്ത് വിട്ട് പുറത്തു വന്നപ്പോഴാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈജിപ്തിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ഈജിപ്ത്? ഈ ലോകത്തിന്റെ അരൂപിയിലും, ലോകത്തിന്റെ മോഹങ്ങളിലും, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകളിലും, സുഖലോലുപതകളിലും ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ തേജസ് ദർശിക്കുവാനോ അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നീ ഈജിപ്ത് വിട്ട് പുറത്തു, ഈ ലോകം വിട്ട്, ലോകത്തിന്റെ അരൂപിയെ വിട്ട് നീ പുറത്തു വരണം. അതുകൊണ്ട് ആവർത്തിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ റോമക്കാർക്ക് ഇത് ലേഖനം 12:2 പറയുന്നില്ലേ? 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന്റെ പുറകെ പോകരുത്. ശ്രദ്ധിക്കണം, ഈ ലോകം എന്ന് പറയുന്നത് ഈ സൃഷ്ടപ്രപഞ്ചമല്ല. സിസ്റ്റം ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ സിസ്റ്റം, ഈ ലോകത്തിന്റെ ഡാറ്റ,
ഈ ലോകം നൽകുന്ന വഞ്ചനാത്മകമായ വാക്കുകൾ, അർത്ഥശൂന്യമായ വാക്കുകൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകള്, ഈ ലോകത്തിന്റെ സുഖലോലുപതകള്. കർത്താവ് പറയേ, നീ വചനം പറയും, നീ അതിനോട് അനുരൂപരാകരുത്. ഈ ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്ന് പുറത്തു വരണം. ഈശോ പറഞ്ഞ, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല പിതാവേ, അവരും ലോകത്തിൻ്റെതല്ല. ആരാണ് ഈ അവര്? കർത്താവിനാൽ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിച്ചു ഈ ലോകത്തിലായിരുന്നപ്പോൾ. ഇതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവന്റെ രക്തത്തിന്റെ മുദ്രയുള്ളവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ദൈവത്തിന്റെ കൂടാരമാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിന്റെ പുറകെ പോയി ആത്മനാശം സംഭവിക്കാനുള്ളവരല്ല നമ്മൾ സഹോദരങ്ങളെ. നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. ലോകത്തോട് ആരൊക്കെ അനുരൂപമായി ജീവിക്കുന്നുവോ അവർക്ക് ഈ മഹത്വം കാണാനോ, ഈ മഹത്വം അനുഭവിക്കാനോ, ഈ മഹത്വത്തിൽ നിരന്തരം ജീവിക്കുവാനോ സാധിക്കുകയില്ല. ലോകമോഹങ്ങള്, ജഡീകതകള്, ലോകത്തിന്റെ നശ്വരമായ സുഖങ്ങള്, ഇമ്പങ്ങള്, സുഖലോലുപതകള്, ഇതൊക്കെ കർത്താവിനെ പ്രതി, അവിടുത്തെ വചനത്തെ പ്രതി പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ തീരുമാനം അത്ര എളുപ്പമൊന്നല്ല. പക്ഷെ കർത്താവ് നിന്നെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. സഹോദരങ്ങളെ, ആ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ മഹത്വം, ആ മഹത്വം അനുഭവിക്കുക, മഹത്വത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മളിങ്ങനെ ഇൻസ്റ്റൻ്റായി കിട്ടുന്നൊരു കാര്യം. നമ്മളതിന് വില കൊടുക്കണം, നന്നായി വില കൊടുക്കണം. വിലപ്പെട്ടത് കിട്ടണമെങ്കിൽ വില കൊടുക്കണ്ടേ. നിനക്ക് ആ മഹത്വം കാണണോ, ആ മഹത്വത്തിൽ ജീവിക്കണോ, ആ മഹത്വത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കണോ? ഒരു ദൈവത്തിന്റെ പൈതലേ, നീ ലോകത്തിന്റെ ആത്മാവിൽ നിന്ന് പുറത്തു വരണം. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതേ സത്യം തന്നെയാണ് യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2:15 എന്താ പറയുന്നത്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുക. ലോകത്തെ സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഈ സൃഷ്ടപ്രപഞ്ചമല്ല, ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഈ ലോകത്തിന് നൈമിഷികമായ പാപസുഖങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഈ ലോകം വെച്ച് നീട്ടിത്തരുന്ന നശ്വരമായ സുഖലോലുപതകളെ, മ്ലേച്ഛതകളെ, ഈ ലോകത്തിൻ്റെ അശുദ്ധികൾ നിറഞ്ഞ ആ ഇമ്പങ്ങളെ ആരൊക്കെ സ്നേഹിക്കുന്നുവോ അവരിൽ കർത്താവിൻ്റെ സ്നേഹമില്ല. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ കർത്താവിൻ്റെ സ്നേഹമില്ല, കർത്താവിൻ്റെ ആത്മാവില്ല, കർത്താവിൻ്റെ അഭിഷേകമില്ല, കർത്താവിൻ്റെ മഹത്വമില്ല. സഹോദരങ്ങളെ, നോ ഗ്ലോറി, നോ ഗ്രേസ്, കൃപയില്ല. ഒരു സംശയം, ഇത് വചനാണ്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയല്ലേ. നമുക്ക് ആർക്കും ഇത് മാറ്റി പറയാനോ തിരുത്തുവാനുള്ള അവകാശമില്ല. ദൈവത്തിൻ്റെ സത്യവചനമാണിത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ കർത്താവിൻ്റെ പിതാവിൻ്റെ സ്നേഹമില്ല. ഈ സത്യം തന്നെയാണ് യാക്കോബ് 4:4 പഠിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4:4, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ മഹത്വം ഇസ്രായേൽ ജനം കണ്ടത് മരുഭൂമിയിലാണ്. ഈജിപ്തത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന നാളുകളിൽ അവർ ഒരിക്കലും കർത്താവിന്റെ മഹത്വം കണ്ടില്ല. കർത്താവിന്റെ മഹത്വം പബ്ലിക്കായി അവർക്ക് വെളിപ്പെട്ടില്ല. അവർ ഈജിപ്ത് വിട്ട് മരുഭൂമിയിലേക്ക് വരികയാണ്. മരുഭൂമി അതൊരു വേർപാടിന്റെ, അവിടെ ലോകത്തിന്റെ ബഹളങ്ങളില്ല, ലോകത്തിന്റെ വ്യഗ്രതകളില്ല, തിക്കും തിരക്കുകളില്ല.
ഈ ലോകത്തിൻ്റെ വശ്യതകളില്ല, നശ്വരമായ സുഖലോലുപത ഭോഗേച്ഛകളില്ല. അവിടെ തൻ്റെ ജനവും കർത്താവും മാത്രമായിരിക്കുന്നൊരു അനുഭവമാണ്. അപ്പോൾ ഈ മഹത്വം അനുഭവിക്കാൻ, ഈ മഹത്വത്തിൽ ആയിരിക്കാൻ മരുഭൂമിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. മരുഭൂമി അനുഭവങ്ങളുണ്ടാകും. ഈ മരുഭൂമി അനുഭവങ്ങൾ അത് സഹനങ്ങളാണ്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, കൊടിയ നൊമ്പരങ്ങളുടെ, പലവിധത്തിലുള്ള സഹനങ്ങളുടെ, കഷ്ടതകളുടെ, ക്ലേശങ്ങളുടെ അനുഭവങ്ങളിലൂടെ പോകാൻ. അവിടെ അത് വെറുതെ അവിചാരിതമായി സംഭവിക്കുന്നതല്ല. എനിക്കറിയാം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരിയേറെ വ്യക്തികൾ, കുടുംബങ്ങൾ ഈ വിധം തകർന്നിരിക്കുന്നുണ്ട്. കണ്ണുനീരിൻ്റെ അനുഭവത്തിലായിരിക്കുന്നവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാത്തവരെ, ഇനി എന്തു ചെയ്യും എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ സമയം കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ആത്മാവിൻ്റെ ആലോചനയാണിത് സഹോദരൻ. ശ്രദ്ധിക്കണം. ഈ മരുഭൂമി അനുഭവങ്ങൾ എന്തിനാ കടന്ന്? നമ്മൾ നശിക്കാനല്ല, തകരാനല്ല. ഈ മരുഭൂമിയിൽ അത് നമ്മളും കർത്താവും ഒന്നിച്ചിരിക്കുന്ന, തനിച്ചാകുന്നൊരു അനുഭവമാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ കർത്താവ് മാത്രമേ ആശ്രയമുള്ളൂ. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, വേദനകൾ, ഇങ്ങനെയുള്ള ചുട്ടുപൊള്ളുന്ന സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അതല്ലേ കർത്താവ് പറയുന്നത്. ഹോസിയ പ്രവചനം 2:14 ആ വചന ഉച്ചത്തിൽ നിങ്ങൾ വായിക്കണം. ഞാൻ അവളെ വശീകരിച്ച് കണ്ടു വിജനപ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് കൊണ്ടുവരും. എങ്ങോട്ട് കൊണ്ടുവരും? വിജനപ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി അവിടെ വെച്ച് സംസാരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. കഠോരമായ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഉന്നതമായ ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കുന്നത്. ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്, ദൈവവചനത്തിന് മർമ്മങ്ങൾ, പൊരുളുകൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നമ്മൾ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലാണ്. എത്ര അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും സഹോദരൻ. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവരും. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. എൻ്റെ പ്രസൻസ് ഞാൻ അവൾക്ക് കൊടുക്കും. എൻ്റെ മഹത്വം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. എൻ്റെ തേജസ് കൊണ്ട് ഞാൻ അവളെ പൊതിയും. എത്ര മനോഹരമായ വചനം! എത്രയോ അർത്ഥവത്തായ വചനമല്ലേ ഇത്. മരുഭൂമികളെ ഭയപ്പെടേണ്ട, സഹനങ്ങളെ ഭയപ്പെടേണ്ട, കഷ്ടതകളെ ഭയപ്പെടേണ്ട, ക്ലേശങ്ങളെ ഭയപ്പെടേണ്ട. കർത്താവ് തൻ്റെ സാന്നിധ്യം, തൻ്റെ ഗ്ലോറി കൂടുതലായി നമുക്ക് പകർന്നു നൽകാൻ ഒരുക്കുന്ന കൃപയുടെ അവസരങ്ങളാണ് അതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്രായേൽ ജനം മഹത്വം കണ്ടത് ഈ മരുഭൂമിയിൽ വന്നു. കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മ, ആ കമ്മ്യൂണിയൻ നമുക്കുണ്ടാവണം. കർത്താവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലുള്ള വളർച്ചയാണ് ഈ മഹത്വത്തിലുള്ള ജീവിതം, തേജസ്സിലുള്ള ജീവിതം, ആത്മാവിലുള്ള. കർത്താവിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് മഹത്വത്തിൻ്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് ഗ്ലോറിയാണ്. മഹത്വത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധ. അപ്പോൾ കർത്താവിൻ്റെ ആ ഷെഖേന ഗ്ലോറി എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ജരാമയം പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ മഹത്വമായി വരിക, ദൈവ തേജസ്സായി ഞങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, തിരുസഭയിലേക്ക് വരിക, ലോകരാജ്യങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ, മഹത്വമായി വരിക. ഈ മഹത്വത്തിലേക്ക് കർത്താവ് നമ്മൾ വിളിക്കുന്ന സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 24 നിങ്ങൾ 16ഉം 18ഉം ശ്രദ്ധിക്കുക. കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം,
കർത്താവിൻ്റെ ഗ്ലോറിയാണത്. കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയാണ്. ഈ മേഘം, ആ മേഘത്തിൽ കർത്താവുണ്ട്. ആ മേഘം കർത്താവിൻ്റെ ഗ്ലോറിയെ കാണിക്കുകയാണ്. കർത്താവിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ് ആ ഷെക്കേനയെ കാണിക്കുകയാണ്. ഷെക്കേന എന്ന് പറയുന്ന കർത്താവിൻ്റെ ഗ്ലോറിയാണ്, മഹത്വം, കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. 18-ാമത്തെ വചനം, മോശ കണ്ടു ഈ മഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഈ ഗ്ലോറി, ഈ മേഘം കർത്താവിൻ്റെ ഗ്ലോറിയാണ്. ആ ഗ്ലോറിയിലേക്ക് മോശ കടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ മഹത്വത്തിൽ മോശ വസിക്കുകയാണ്. കർത്താവിൻ്റെ ഗ്ലോറി മോശയുടെ മേൽ അതിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്, ചൂഴ്ന്ന് നിൽക്കുകയാണ്. മോശയെ കാണാൻ പറ്റുന്നില്ല. മോശയെ ചുറ്റും കവർ ചെയ്ത് നിൽക്കുന്നത് കർത്താവിൻ്റെ തേജസ്സാണ്, കർത്താവിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ മഹത്വം എന്താ പറയുന്നത് കണ്ടോ? 40 പകലും 40 രാവും അവൻ ഈ മഹത്വത്തിലായിരുന്നു. മലമുകളിൽ കർത്താവുമായി തനിച്ചൊരനുഭവം. ആരുമില്ല, ജോഷുവായില്ല, ഹൂറില്ല, അഹറോനില്ല, ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ആരുമില്ല, ദൈവജനമില്ല, കർത്താവും മോശയും മാത്രം. ആ തനിച്ചായിരിക്കുന്ന ആ മലമുകളിൻ്റെ ആ വേർപെട്ടിരിക്കുന്നൊരു അനുഭവം, ആ മഹത്വത്തിൽ, തേജസ്സിൽ 40 ദിനരാത്രങ്ങൾ മോശ കഴിയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് ആ മഹത്വത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വിളി മനസ്സിലാക്കണം. നിത്യമായ മഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം വിളിച്ചവരാണ് നിങ്ങളെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ മഹത്വം അനുഭവിക്കുന്നവരാകണം. അതിൻ്റെ ആനന്ദത്തിൽ നിങ്ങൾ ജീവിക്കണം. ദൈവമഹത്വം തരുന്നൊരു ആനന്ദമുണ്ട് സഹോദരൻ, മഹത്വത്തിൻ്റെ ആനന്ദമുണ്ടല്ലേ. അതിൽ ജീവിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും തൊഴിൽ മേഖലകൾ, ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സഹനങ്ങൾ, കണ്ണുനീരുകൾ, നമ്മുടെ മുറിപ്പാടുകൾ, നൊമ്പരങ്ങൾ എല്ലാം കർത്താവിന്റെ മഹത്വത്തിലേക്ക് സമർപ്പിക്കുക. അവന്റെ തേജസ്സിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ തേജസ് അതിനെയെല്ലാം പൊതിയട്ടെ. കർത്താവിന്റെ മഹത്വം അതിനെല്ലാം പ്രകാശിപ്പിക്കട്ടെ. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളെയെല്ലാം ഉജ്ജ്വലിപ്പിക്കട്ടെ. നമ്മളെല്ലാം ഉജ്ജ്വലിപ്പിക്കട്ടെ. നമ്മളെല്ലാം ഉണർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങണം. കർത്താവ് വളരെ ഗൗരവത്തോടെയാണ് ഈ ശുശ്രൂഷ നമുക്ക് തരുന്നത്. അലസമായ അശ്രദ്ധയോടെ ആരും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ആയിരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. നിങ്ങൾ അനേകർക്ക് ഈ പോസ്റ്ററുകൾ അയച്ചു കൊടുക്കണം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ജീവിതങ്ങളായി നമ്മൾ മാറണ്ടേ. നമ്മുടെ കുടുംബങ്ങൾ ദൈവ തേജസ്സിൻ്റെ കുടുംബങ്ങളാകണ്ടേ. നമ്മുടെ സഭയിൽ കർത്താവിൻ്റെ മഹത്വം കൂടുതൽ പ്രകാശിതമാകണ്ടേ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിക്കണം. നിങ്ങൾ അനേകരെ പ്രാർത്ഥിച്ചൊരുക്കി കൊണ്ടുവരണം. ധാരാളം പേര് ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അങ്ങനെ ഒരു വലിയ കൃപയുടെ അനുഭവത്തിലേക്ക് ഉയരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ജൂൺ മാസം നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും കൃപയും കാരുണ്യവും അനുഭവിച്ച് ആ തിരുഹൃദയം നമുക്ക് തരുന്ന ആ മഹത്വമേറിയ സാന്നിധ്യം, ആ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്കൊരുങ്ങാം. ഞങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ അതിനായി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. 1-2 പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ മുരിങ്ങയൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 19-ാം തീയതി രാവിലെ 9 മുതൽ 21-ാം തീയതി ഞായറാഴ്ച 3 മണി വരെ 3 മണി വരെ ഉണ്ടാവില്ല, ഏകദേശം 2-2:30 കൂടി കഴിയും. നമ്മൾ പ്രയർ സ്റ്റോം എന്നുള്ള പേരിൽ ഒരു ധ്യാനം നടത്തുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും വരണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നേരിട്ട് നിങ്ങളെല്ലാവരെയും
സ്നേഹത്തോടെ വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെടുവാൻ, നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ സാന്നിധ്യം കത്തിപ്പടരുവാൻ, നമ്മുടെ തലമുറകളിൽ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകുവാൻ, നമ്മുടെ സഭയെ പ്രാർത്ഥനയുടെ ആത്മാവായി പരിശുദ്ധാത്മ നവീകരിക്കുവാൻ, റിവൈവ് ചെയ്യുവാൻ, ലോകരാജ്യങ്ങൾ, ജനപദങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ എൻ്റെ സഹോദരങ്ങളെ സ്വർഗം ഒരുക്കുന്ന ഈ പ്രാർത്ഥന, ഈ 3 ദിനങ്ങളിലെ ഈ ധ്യാന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വരണം. വരില്ലേ? നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് വചനം കേൾക്കണം, ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കണം. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകൾ സ്വന്തമാക്കണം. നിങ്ങൾ മക്കളെ കൊണ്ടുവരിക. നിങ്ങൾ ആ ധ്യാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, അതുപോലെ തിരക്കുകളുണ്ടാകും. പക്ഷെ കർത്താവിനെ പ്രതി, ദൈവവചനത്തെ പ്രതി നിങ്ങളതെല്ലാം മാറ്റിവെച്ച് അല്പം വില കൊടുത്ത് സമർപ്പണത്തോടെ ത്യാഗമെടുത്ത് നിങ്ങൾ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് വന്നാൽ ഞാൻ ഉറപ്പ് പറയും, തീർച്ചയായും കർത്താവ് നമ്മളെ സന്ദർശിക്കും. പരിശുദ്ധാത്മ പകർച്ചയാലും അഭിഷേക കൃപകളാലും അവിടെ നമ്മളെ മുദ്ര ചെയ്യും. നിങ്ങളതിനായി കടന്നു വരണം. നമുക്ക് ആ ധ്യാനത്തിന് ജസ്റ്റ് ഒരു പ്രൊമോ നിങ്ങളിപ്പോൾ കാണിക്കുകയാണ്. ആ പ്രൊമോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ജൂൺ മാസത്തിൽ തിരക്കുകൾ മാറ്റിവെച്ച് 3 ദിവസം കർത്താവിനായി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി തയ്യാറാകും. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന സമയം. ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമുള്ള പൈശാചിക അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുവാൻ, ആത്മപകർച്ചയാൽ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ സൈന്യനിരയായി, വചനത്തിന്റെ തീപ്പന്തങ്ങളായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളാകുവാൻ ടീം ഷിക്കേനിയുടെ നേതൃത്വത്തിൽ ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്ന താമസിച്ചുള്ള ധ്യാനം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധേയമായ ഒരു അറിയിപ്പ് നൽകുവാനാണ് ഈ വീഡിയോ നൽകുന്നത്. ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ജൂൺ മാസം 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രയർ സ്റ്റോം എന്ന പേരിൽ ധ്യാന ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. പ്രാർത്ഥനയും ആത്മപകർച്ചയും. ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ എവിടെയെല്ലാം ഉയരുന്നുവോ അവിടെ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാവുകയാണ്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്, ആത്മാവിന്റെ പ്രവർത്തനമാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളായി മാറണം. നമ്മുടെ തലമുറ അഭിഷേകത്തിന്റെ തലമുറയായി തീരണം. നമ്മുടെ സഭ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നവീകരിക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ തീയുള്ള സഭയായി കത്തിജ്വലിക്കണം. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇതിനായി സ്വർഗം നമുക്ക് ഒരുക്കിത്തരുന്ന ധ്യാന ശുശ്രൂഷയാണ് പ്രയർ സ്റ്റോം. നിങ്ങളേവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ഈ 3 ദിനങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു മനസ്സോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വചനം ഒന്നിച്ച് പങ്കുവെച്ച് ഈ കാലത്തിന് ആവശ്യമായ അഭിഷേക കൃപകൾ നമുക്ക് സ്വന്തമാണ്. കർത്താവിനും സഭയ്ക്കുമായി ജ്വലിക്കുന്ന ആത്മാക്കളായി ഈ തലമുറയിൽ നമുക്ക് പ്രകാശിതരാകാം. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. അത് വളരെ കരുതലോടെ നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക. ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും ഈ ധ്യാനത്തിനായി ക്ഷണിക്കുന്നു. നിങ്ങളുടെ മക്കളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കി നിങ്ങൾ പറഞ്ഞു വിടണം. നമ്മുടെ ബന്ധുമിത്രങ്ങൾ, പരിചയക്കാർ, സ്നേഹിതരെ അവരെയെല്ലാം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട എൻ്റെ സമർപ്പിതരെ, നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിന് വലിയ ഉണർവ് നൽകുന്ന ഒരു ശുശ്രൂഷയായിട്ട് തീരും. എല്ലാവരെയും സ്നേഹത്തോടെ
ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും നിരന്തരം അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പ്രയർ സ്റ്റോൺ, പ്രാർത്ഥനയും ആത്മപകർച്ചയും വീക്കെൻഡ് റിട്രീറ്റ് ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 2026 ജൂൺ 19 വെള്ളി രാവിലെ 9 മണി മുതൽ ജൂൺ 21 ഞായർ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. രജിസ്ട്രേഷന് ബന്ധപ്പെടുക 9847430445 9745800182 751006974339. കുടുംബമായി പങ്കെടുക്കാം. കാലഘട്ടത്തിന്റെ അഭിഷേകം പ്രാപിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രൊമയിൽ കണ്ടതുപോലെ തന്നെ എല്ലാവരും കടന്നു വരിക. നിങ്ങൾ ആ ഫോൺ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. നമുക്കൊന്നിച്ച് കർത്താവ് തരുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങാം.